ആ വരൂ. മിസ്സസ് വർമ്മ അല്ലേ? ഇരിക്കും. നിങ്ങൾ എപ്പോഴാണ് ഇത് കണ്ടത്? രാവിലെ എഴുന്നേറ്റപ്പോ. സാധാരണ മിസ്റ്റർ വർമ്മ പരസഹായമില്ലാതെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ബാത്റൂമിൽ പോകാറുണ്ടോ? എന്റെ ഓർമ്മയിൽ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. അന്ന് വളരെ ബുദ്ധിമുട്ടായി പോയതുകൊണ്ട് പിന്നീട് ഞാൻ സമ്മതിച്ചിട്ടില്ല. ഇന്നലെ രാത്രി നിങ്ങൾ എപ്പോഴാ കിടന്നത്? ന്യൂ ഇയർ ആയിരുന്നുകൊണ്ട് ഞങ്ങളുടെ ഗസ്റ്റായി ഡോക്ടർ തോമസ് കുര്യൻ ഉണ്ടായിരുന്നു. ആഹാരം കഴിഞ്ഞ് 1 മണിയോടെ അദ്ദേഹം പോയി. ഒട്ടും താമസിക്കാതെ ഞങ്ങൾ കിടക്കുകയും ചെയ്തു. ഇന്നലെ പ്രത്യേകിച്ച് സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ചോദിച്ചപ്പോ തലവേദന ഉണ്ടെന്ന് പറഞ്ഞു. അതിന് ഞാൻ പിൽസ് കൊടുക്കുകയും ചെയ്തു. എന്ത് പിൽസ്? നോവാൽജിൻ. ഉറങ്ങാൻ കിടന്നപ്പോ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? പാല് കുടിച്ചു. ഉറക്കത്തിൽ ശബ്ദമൊന്നും കേട്ടില്ലേ? പുറത്ത് ന്യൂ ഇയർ ആഘോഷം നടക്കുന്നുണ്ട്. പടക്കത്തിന്റെ ശബ്ദം കേട്ടിരുന്നു. നേരം വെളുത്തപ്പോഴാണ് ഞാൻ ശരി, നിങ്ങളെപ്പം റിലാക്സ് ചെയ്യും. എന്താണോ തന്റെ പേര്? രായപ്പൻ. എന്തു പറ്റി? എപ്പോഴും കുളിരാ സാറേ. കുളിരൊക്കെ ഞാൻ മാറ്റിത്തരാം കേട്ടോ. എങ്ങനെയാണോ മാറ്റുന്നത്? നീ എത്ര കാലമായി പണിയെടുക്കുന്നു? 5-6 കൊല്ലമായി. കൃത്യമായിട്ട് അറിയില്ല. അറിയാം, 6 കൊല്ലമായി. ശമ്പളമൊക്കെ കൃത്യമായി തരാറുണ്ടോ? തരാറുണ്ടോന്ന് ചോദിച്ചാ ഞാൻ കൃത്യമായി വാങ്ങിക്കാറുണ്ട്. ഇന്നലെ ആരൊക്കെ വന്നടാ ഇവിടെ? പകൽ ആരും വന്നില്ല. പ്രത്യേകിച്ച് രാത്രി ഡോക്ടർ സാർ ആഹാരം കഴിക്കാൻ വരുമെന്ന് പറഞ്ഞായിരുന്നു. അതിനുള്ള ഒരുക്കവും ഉണ്ടായിരുന്നു ഇവിടെ. ഡോക്ടർ പോയതിനു ശേഷം നീ എന്തിനാ മുകളിലേക്ക് പോയത്? ഞാൻ വെറുതെ പോയില്ല. വരണ്ടാന്ന് പറഞ്ഞ കാരണം ഞാൻ പോയില്ല. ആര്? വർമ്മ സാറ്. രാവിലെ കൊച്ചമ്മയുടെ കരച്ചില് കേട്ടാ ഞാൻ എഴുന്നേറ്റത്. നിന്നെ കണ്ട ഒരു കള്ളന്റെ ലക്ഷണം ഉണ്ടല്ലോടാ. ഞാൻ കൊച്ചിലേ മുതൽ ഇങ്ങനെയാ. അയ്യോ, നീ ഇന്നലെ എത്ര മണിക്ക് ഉറങ്ങി? 12 മണിയായി കാണാം. വേറെ ഒരു ശബ്ദവും കേട്ടില്ലേ? ഇല്ല. കൊച്ചമ്മയും സാറും തമ്മിലുള്ള സംസാരം ഒന്നും ഇല്ല. അമ്മ എന്നെ. നീ വയ്ക്കോ. നിങ്ങളാരാ? ഞാനിവിടുത്തെ മാനേജരാ. പേര്? ജഗദീഷ്. നിങ്ങൾ എവിടുന്ന് വരുന്നു? എനിക്കിവിടെ ക്വാർട്ടേഴ്സ് ഉണ്ട്. നിങ്ങൾ ഇവിടുന്ന് ഇന്നലെ എപ്പോഴാ പോയത്? മിനിയാന്ന് പോയതാ. നാട്ടിൽ പോകാൻ 2 ദിവസത്തെ ലീവ് വാങ്ങി. നല്ല സുഖമില്ലാത്തോണ്ട് പോയില്ല. ഇന്ന് പോകാമെന്ന് കരുതി. ഇന്നലെ ഇവിടെ വരാൻ പറ്റിയില്ല. വന്നെന്ന് രാജപ്പൻ പറഞ്ഞല്ലോ. ഇല്ല സാർ, ഇന്നലെ മുഴുവൻ ഞാൻ കിടപ്പിലായിരുന്നു. എനിക്കൊന്ന് മാഡത്തിനെ കാണണമായിരുന്നു. ഐ എം ഡോക്ടർ തോമസ് കുര്യൻ. ബോഡി കൊണ്ടുപോയി? ഇല്ല. ഇന്നലെ രാത്രി ഏകദേശം 1 മണി വരെ ഞാനിവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ പിരിയുമ്പോൾ വർമ്മ വളരെ സന്തോഷത്തോടെയാണ് യാത്ര പറഞ്ഞത്. ഐ കാൻ ബിലീവ് ഇറ്റ്. എനിക്ക് ഡെഡ് ബോഡി ഒന്ന് കാണണം. എന്തായി? കഴിഞ്ഞു സാർ. പുറത്ത് വെയിറ്റ് ചെയ്യും സാർ. എക്സ്ക്യൂസ് മീ ഡോക്ടർ, ഇന്നലത്തെ സംസാരത്തിൽ ഡോക്ടർക്ക് എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടോ? പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ഞങ്ങൾ തമ്മിൽ 10 വർഷത്തെ സ്നേഹബന്ധമാണ്. പക്ഷെ ഇന്നലെ കുഞ്ഞുങ്ങളില്ല എന്നുള്ള ദുഃഖമൊഴിച്ചാൽ അദ്ദേഹം ഹാപ്പി ആയിരുന്നു. ഡോണ്ട് മിസ്റ്റേക്ക് മീ.
എനിക്കൊരു സ്റ്റേറ്റ്മെന്റ് തരണം. ഓഫ് കോഴ്സ്, വൈ നോട്ട്? താങ്ക് യു. ജഗദീഷ് എപ്പോ വന്നു? ഞാനിപ്പോ വന്നതേ ഉള്ളൂ. എങ്ങനെ അറിഞ്ഞു? ആ അഗസ്റ്റ് വന്ന് പറഞ്ഞതാ. ഇതെങ്ങനെ സംഭവിച്ചു? എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം വേണ്ടിയിരുന്നു. ഞാനിപ്പോ കൊണ്ടുവരാം, പ്ലീസ്. ആത്മഹത്യ തന്നെയല്ലേ? ഞാൻ പോകുന്നു. കുട്ടിയെ സ്കൂളിൽ വിടണം. അതിനടുത്തുള്ള ശ്മശാന ഓർമ്മ വേണം. വിനു, എടാ ഇത് കണ്ടോ? വർമ്മ മുതലാളി ആത്മഹത്യ ചെയ്തു. ഇന്നലെ രാത്രിയാണല്ലോ സംഭവം. എടാ, നീ ഇന്നലെ എത്ര മണിക്കാ മടങ്ങി വന്നത്? ഞാനിപ്പം ലേറ്റായി. സത്യം പറ, അവിടെ എന്താ നടന്നത്? എന്ത്? നിനക്കൊന്നും അറിയില്ലേ? എന്തറിയില്ലെന്ന്? നീ ഇന്നലെ എവിടെയായിരുന്നു? എടാ, നീ ഇന്നലെ രാത്രി എവിടെയായിരുന്നു? നീ എന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നത്? പോലീസ് അന്വേഷിച്ചു വരുമെന്ന് അറിയാനാ. ഞാനല്ല വന്നത്. പിന്നെ ആരാ? അയാൾ ആത്മഹത്യ ചെയ്താണെന്ന് നീ പേപ്പറിൽ വായിച്ചില്ലേ? ഇനി എന്ത് ചെയ്യും? എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഓർമ്മ വയ്ക്കുന്നതിന് മുമ്പ് എനിക്ക് നഷ്ടപ്പെട്ടു പോയ എന്റെ അച്ഛന്റെ സ്ഥാനത്തായിരുന്നു അദ്ദേഹം. എല്ലാം കഴിഞ്ഞു. ഇനി നാട്ടിലേക്ക് മടങ്ങിപ്പോയാലോ എന്ന് ആലോചിക്കുകയാണ് ഞാൻ. നിങ്ങൾ ഇവിടെ ഉള്ളതാ എന്റെ ഏക ആശ്വാസം. ജഗദീഷും കൂടി ഇവിടുന്ന് പോയാ അവൾ ആകെ തകരും. പിന്നെ എന്റെ കുഞ്ഞിന് ആരാ ഒരു സഹായത്തിന്? മോളെ, ഇത് വിനോദങ്ങൾ. ഇതെന്റെ മകളുടെ, എന്റെ മകന്റെ മകളാ. അജിത്, ടേക്ക് കെയർ. മോള് പോയി കളിച്ചു. എന്റെ പൊന്നു മോളല്ലേ. ഡാഡി വരാം. ഡാഡി ഈ അങ്കിളിനോടൊന്ന് സംസാരിച്ചോട്ടെ. ഓക്കെ? വെരി ഗുഡ്. ആത്മഹത്യ തന്നെയല്ലേ? ഈവനിങ് പേപ്പറിലുണ്ട്. ഗുഡ്. ആത്മഹത്യ തന്നെയാണ്. ഞാൻ IG-യുമായി സംസാരിച്ചു. പോലീസിന് വലിയ സംശയമൊന്നുമില്ല. മറിച്ചൊരു സംശയം ജനിക്കണമെങ്കിൽ അത് നിങ്ങളിൽ നിന്ന് ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. അജിത്, മോളെ നോക്കണേ. ദൂരെയും കൊണ്ടുപോകല്ലേ. ബൈ ദ ബൈ, ശ്രീദേവിയുമായി കോണ്ടാക്ട് ചെയ്തോ? ഞാൻ തൽക്കാലം അങ്ങോട്ട് പോയില്ല. ഫൈൻ. ടെലിഫോൺ ചെയ്യരുത്. പോലീസ് ഫോൺ ടേപ്പ് ചെയ്യും. ശരി. പിന്നെന്താ, പരിഭ്രമിക്കാനൊന്നുമില്ല. എന്ത് സംഭവിച്ചാലും ഞാനുണ്ട്, എന്റെ കൂടെ നിൽക്കുന്നത് വരെ. വിനോദ് പൊയ്ക്കോളൂ. സമയം കിട്ടുമ്പോഴൊക്കെ വരണം. വരുമല്ലോ. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എന്താ? ഡോക്ടർ എന്തിനാ വർമ്മയെ കൊന്നത്? നോ, അത് നിങ്ങൾ അറിയണ്ട. ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്.
ഡാഡി വിനോദ് പോയിക്കോളൂ. വർമ്മയെ കൊല ചെയ്തെന്ന ഇപ്പോഴും മനസ്സിലാകാത്തത്. ഞാൻ ചോദിച്ചു, എന്തു പറഞ്ഞു? അത് നിങ്ങൾ അന്വേഷിക്കണ്ടെന്ന് പറഞ്ഞ് ഒഴിയുകയായിരുന്നു. എന്തോ കുറച്ച് ക്യാഷ് അയാളെ കൈപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരിക്കലും അങ്ങനെ സംസാരിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ഇതയാൾ ആദ്യത്തെ അറ്റംപ്റ്റ് ആയിരിക്കില്ല. ഏതായാലും ഒരു കാര്യം സത്യമാണ്, ഹീസ് എ ബോൺ ക്രിമിനൽ. അല്ലെങ്കിൽ ഒരു കൊലപാതകം ചെയ്തിട്ട് ഇത്ര ഈസി ആയിട്ട് നടക്കില്ല. എനിക്ക് കുഞ്ഞിന്റെ കാര്യത്തിലെ ഭയം. ശ്രീദേവി വിഷമിക്കണ്ട. കുഞ്ഞിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയ പിന്നെ അയാൾ എന്ത് ചെയ്യും? അടുത്ത പ്രാവശ്യം ഞാൻ അവിടെ ചെന്നാൽ തിരികെ പോരുമ്പോ കുഞ്ഞ് എന്റെ കയ്യിലിരിക്കും. വിനു വളരെ സൂക്ഷിക്കണം. കാരണം ആ കോമ്പൗണ്ടിൽ അയാളുടെ ആളുകൾ പല സ്ഥലത്തും പതുങ്ങി നിൽക്കാറുണ്ട്. ഞാൻ കണ്ടിട്ടുള്ളതാ. ഏതായാലും ഞാൻ പോട്ടെ. ശരി, വരുന്നാരും കണ്ടില്ലല്ലോ? ഇല്ല. എങ്കിൽ വേഗം പോയിക്കോളൂ. ഞാൻ വിളിക്കാം. എന്താ ഇവിടെ ആരുമില്ലേ? എന്ത് വേണം? അല്ല, ബെല്ലടിച്ചിട്ട് ആരെയും കണ്ടില്ല. ആരെ കാണേണ്ടത്? ഡോക്ടർ തോമസ് കുര്യന്റെ വീടല്ലേ? ഓ, അതിതല്ല. ഡോക്ടർ വീട് ഇതിൽ നേരെ നടക്കുമ്പോ റൈറ്റ് സൈഡിൽ ലേക്ക് കാണുന്നില്ലേ? ആ ലേക്കിന്റെ കരയിൽ ഒറ്റക്ക് കാണുന്ന വീടാ. താങ്ക് യു സർ. ഇറ്റ്സ് ഓൾ റൈറ്റ്. എന്താ ജഗദീഷ്? ഫാക്ടറിയിലെ കുറച്ച് അക്കൗണ്ട്സ് നോക്കാനുണ്ടായിരുന്നു. ഞാൻ പിന്നെ നോക്കാം. എന്നാ ഞാൻ കോട്ടേഴ്സിലേക്ക് പോയിക്കോട്ടെ? ആ. വേറൊന്നുമില്ലോ? ഇല്ല. അയച്ചി വിളിച്ചിരുന്നോ? ഉം. പലരും ദുർവ്യാഖ്യാനം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആളുകൾ അങ്ങനെ പലതും പറയും. സത്യം നമുക്കല്ലേ അറിയൂ. ഭയപ്പെടണ്ട. ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നല്ല, കാണാൻ വന്നത്. വളരെ നേരമായി ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയാണ്. നിങ്ങൾ ആരാണ്? പറയാം. എന്റെ പേര് റോബർട്ട്. ഞാൻ ശ്രീദേവി അന്വേഷിച്ചു വന്നാണ്. എന്തിന്? സുഹിക്കാൻ. ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? വർമ്മയുടെ മരണം ഒരു ആത്മഹത്യയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? മനസ്സിലായില്ല. വിവാഹത്തിന് മുമ്പ് ശ്രീദേവി ഗർഭിണിയായിരുന്നു എന്നുള്ള വിവരം നിങ്ങൾക്കറിയാമോ? ഇല്ല. അവളുടെ കള്ളക്കാമുകൻ ആരായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ല.
വിനോദ് എന്നെ വെട്ടിയതിനാണ് ജയിലിൽ പോയത്. തിരിച്ചവൻ ജയിലിൽ നിന്നും അവന്റെ വീട്ടിലേക്ക് വരുമെന്ന് കരുതി ഞാൻ കാത്തിരുന്നു. പക്ഷേ അവൻ അങ്ങോട്ട് വന്നില്ല. വന്നിരുന്നെങ്കിൽ വർമ്മ മുതലാളി മരിക്കില്ലായിരുന്നു. അതിനു മുമ്പേ അവനെ ഞാൻ വകവരുത്തിയേനെ. അവൻ നേരെ വന്നത് ഇങ്ങോട്ടാണ്, ശ്രീദേവിയുടെ നിർദ്ദേശം അനുസരിച്ച്. ഒരാഴ്ചയായി അവൻ വന്നിട്ട്. അതിനുള്ളിൽ അവർ രണ്ടുപേരും ചേർന്നാണ് ഈ കൊലപാതകത്തിന്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയതും മുതലാളിയെ കൊന്നതും. എനിക്കൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാനത് തെളിയിച്ചുതരാം. രാജപ്പ, രാജപ്പ, എന്തോ ഇവിടെ വാ. എന്താ സാർ? പോലീസിന്റെ അടുത്തൊരു കാര്യം ചോദിച്ചു, അതേക്കുറിച്ച് അറിയാനാ. എന്താ സാർ? ഒരു ചെറുപ്പക്കാരൻ കൊച്ചമ്മ അന്വേഷിച്ച് ബംഗ്ലാവിൽ വരാറുണ്ടായിരുന്നു. ചെറുപ്പക്കാരനോ? അതെ, മോഡേൺ ഡ്രസ് ഇട്ട് വെളുത്ത് അല്പം പൊക്കം കൂടിയ ആള്. ഉവ്വ സാർ, 1-2 പ്രാവശ്യം കൊച്ചമ്മയെ അന്വേഷിച്ചു വന്നിരുന്നു. എന്തിനാ? എന്തൊരു കുളിച്ച വണ്ടി നിർത്തിക്കും. മിസ്റ്റർ ജഗദീഷ്, ആ ടെലിഫോൺ ബൂത്തിൽ കയറി നിന്ന് സംസാരിക്കുന്നവനാണ് കക്ഷി. തീർച്ചയായും അവൻ ശ്രീദേവിക്ക് ഫോൺ ചെയ്യായിരിക്കും. വേണമെങ്കിൽ വീട്ടിലേക്കൊന്ന് ഫോൺ ചെയ്ത് നോക്കൂ. ഒന്ന് ഫോൺ ചെയ്തോ. എൻഗേജിലാണല്ലോ. ഇനി ഒന്ന് ഡയൽ ചെയ്തോ, കിട്ടും. ഹലോ, ഓഹോ, ഇതൊരു പുതിയ മൂവ്മെന്റ് ആണല്ലോ. അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരാഴ്ചയായുള്ളൂ സാർ. ആട്ടെ, നിങ്ങൾ പെറ്റീഷൻ കൊടുത്തോ? ഇല്ല സാർ. കൊടുക്കണം, ഉടൻ തന്നെ കൊടുക്കണം. ശരി സാർ. ഓക്കെ. മിസ്റ്റർ വിനയചന്ദ്രൻ, തെളിവുകൾ നഷ്ടപ്പെടുന്നതിന് മുമ്പ് നമുക്ക് ഈ ഫയൽ ഒന്ന് റീഓപ്പൺ ചെയ്താൽ എന്താ? സാർ, ബോഡി ബേൺ ചെയ്തതാണല്ലോ. യെസ്, ദാറ്റ് ഇസ് കറക്റ്റ്. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും അതിനെക്കുറിച്ച് ഉണ്ടായിരുന്നില്ല എന്നാണോ മിസ്സിസ് വർമ്മ പറഞ്ഞു വരുന്നത്? അതെ. പ്രോപ്പർട്ടീസ് പലതും നിങ്ങളുടെ പേരിലാക്കാൻ നിർബന്ധിച്ചതിന്റെ കാരണം? ഞാൻ നിർബന്ധിച്ചതല്ല, പുള്ളി സ്വമനസാല ചെയ്തതാണ്. നിങ്ങളുടെ നിർബന്ധം കൊണ്ടാണെന്നാണല്ലോ ജഗദീഷ് പറഞ്ഞത്. ജഗദീഷ് അങ്ങനെ പറയില്ല. കാരണം? അയാൾ വിശ്വസ്തനാണ്. ആർക്ക്? നിങ്ങൾക്കോ അതോ മിസ് വർമ്മയ്ക്കോ? ഞങ്ങൾ രണ്ടുപേർക്കും. മിസ്റ്റർ വിനോദിനെ നിങ്ങൾക്കറിയാമോ? മിസ്റ്റർ വിനോദിനെ നിങ്ങൾ അറിയുമോ എന്ന്? ഏത് വിനോദ്? ഏത് വിനോദിനെ അറിയാം? എനിക്കറിയില്ല. ഒരു വിനോദിനെ അറിയില്ലേ? ഇല്ല. ഈ ഫോട്ടോ ശ്രീദേവിയുടേതാണ്. അതെ. ഈ അടുത്ത് നിൽക്കുന്ന ആരാ? മിസ്സിസ് വർമ്മ, റിലാക്സ്, റിലാക്സ്. സത്യം പറയടാ റാസ്കൽ. അയ്യോ അയ്യോ, സത്യം പറഞ്ഞില്ലെങ്കിൽ കൊന്നു കളഞ്ഞു. വർമ്മയെ കൊന്ന അന്ന് രാത്രി. കൊന്നതോ? അതെ, അന്ന് രാത്രി വർമ്മയ്ക്ക് നീയല്ലേ പാല് കുടിക്കാൻ കൊടുത്തത്?
അയ്യോ ഞാനല്ല പാല് കൊടുത്തത്. അയ്യോ വർമ്മ സാർ രാത്രി പാല് കുടിക്കാറില്ല. പാല് കുടിച്ചു. ഈ ഫോട്ടോയിൽ കാണുന്ന ആളിനെ കണ്ടിട്ടുണ്ടോ? ഉവ്വ്, 1-2 പ്രാവശ്യം ബംഗ്ലാവിൽ വന്നിട്ടുണ്ട്. ആരെ കാണാനാ? മിസ്റ്റർ വർമ്മയെ കാണാനോ അതോ ശ്രീദേവിയെ? കൊച്ചമ്മയെ കാണാൻ. നീ നാളെ സ്റ്റേഷനിലേക്ക് വരണം. ഓ വരാവേ. ആരുമില്ലേ ഇവിടെ? ആരായി വിനോദ്? ഞാനാ. ഇത് നിങ്ങളുടെ വീടാണോ? അല്ല, എന്റെ സ്നേഹിതന്റെ. അയാളുടെ പേരെന്താ? ബഷീർ, ഇവിടുത്തെ ഫോറസ്റ്റ് ഗാർഡാ. ഓഹോ, നിങ്ങൾ വർമ്മ മുതലാളിയുടെ ഭാര്യ ശ്രീദേവി അറിയോ? വിവാഹത്തിന് മുമ്പ് അറിയും. മിസ്റ്റർ വർമ്മയുടെ കൊലപാതകം നടക്കുന്നതിന് 2 ദിവസം മുമ്പ് നിങ്ങൾ ശ്രീദേവിയെ കാണാൻ ചെന്നിരുന്നല്ലോ. എന്തിനാ? ഞാനവിടെ പോയിട്ടേ ഇല്ല. ഒരിക്കൽ പോലും ഇല്ല. വർമ്മയുടെ കൊലപാതകവും നിങ്ങളെയും ചേർത്ത് ഒരു പെറ്റീഷൻ ഉണ്ട്. അതുകൊണ്ട് നാളെ രാവിലെ പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് വരണം. കോൺസ്റ്റബിൾ സാർ. ഇയാളുടെ അഡ്രസ്സും ഡീറ്റെയിൽസും ഒന്ന് എഴുതിയെടുക്കുക. സാർ. എന്താണ് പേര്? വിനോദ്. ഹലോ, ഡോക്ടർ ഉണ്ടോ? ഇല്ലല്ലോ, ഹോസ്പിറ്റലുണ്ടാവും. ഹോസ്പിറ്റലിൽ വിളിച്ചപ്പോ അവിടെ ഇല്ലെന്ന് പറഞ്ഞു. സോറി, ഇവിടെ എത്തിയിട്ടില്ല. ഡോക്ടർ വന്ന ശ്രീദേവി വിളിച്ചിരുന്നു. അർജന്റായി ഇവിടെ വരെ ഒന്ന് വരാൻ പറയണം. ഡോക്ടർ ഇവിടെ. ഇതാ അവിടെയുണ്ട്. എന്താ പോലീസ് അന്വേഷിച്ചു വന്നു? അതെ. ഓ, അതൊന്നും കാര്യാക്കണ്ട. അതെല്ലാം പോലീസിന്റെ ഒരു തരം വേലയല്ലേ. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാലോ? എന്ത് പ്രശ്നം? ആത്മഹത്യ തന്നെ. ഓ, ഇനിയിപ്പൊ കത്തിച്ച് ആരെല്ലാം കൂട്ടി നോക്കാൻ പോകുന്നു. മിസ്റ്റർ വിനോദ്, നിങ്ങൾ പേടിക്കണ്ട. എന്തു വന്നാലും ഞാൻ ഏറ്റു. ഞാൻ IJ വിളിച്ചിരുന്നു, കിട്ടിയില്ല. അഥവാ പോലീസ് അറസ്റ്റ് ചെയ്താൽ തന്നെ ഞാനല്ലേ ഉള്ളത്. അടുത്ത നിമിഷം വെളിയിൽ കൊണ്ടുവരും. നിങ്ങൾ പതറാതിരുന്നാ മതി. നിങ്ങളവിടെ പോയിട്ടില്ല, അത് തന്നെ. എന്ന് തന്നെയാ ഞാൻ പറഞ്ഞത്. ഗുഡ്. പോലീസിന് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. ഇതിനു മുമ്പ് വർമ്മ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയതിനെ ഞാൻ പിന്തിരിപ്പിച്ചതാണെന്ന് IJയോട് രഹസ്യമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അയാൾക്ക് എന്നെ വിശ്വാസവുമാണ്. വിനോദ്, സിന്ധുമോള് ഒന്ന് മാറ്റി. ഞാനില്ലാത്തപ്പോൾ ഇവിടെ നിർത്തുന്ന അത്ര പന്തിയല്ലെന്ന് എനിക്ക് തോന്നി. എനിക്കാണെങ്കിൽ ശ്രദ്ധിക്കാനും സമയമില്ല. വിനോദ് വെക്കളൂ. പൊയ്ക്കോളൂ. സിന്ധുമോൾ എവിടെ? സിന്ധുമോളെ ബോർഡിങ്ങിൽ ചേർത്തു. ഏത് ബോർഡിങ്ങിൽ? അറിയില്ല. ഡോക്ടർ, ദയവേത് വിനോദിനെ രക്ഷിക്കണം. എനിക്ക് വേണ്ടി ഒരിക്കൽ വിനു ജയിലിൽ പോയതാ. വീണ്ടും ചെയ്യാത്ത കുറ്റത്തിന് പ്ലീസ് ഡോക്ടർ. പോലീസ് വിനോദിനെ അന്വേഷിക്കുന്നുണ്ട്. ഞാൻ ഒരിക്കലും നിങ്ങളുടെ പേര് പറയില്ല. ഹെൽപ്പ് മീ പ്ലീസ്. ശ്രീദേവി എന്തായി പറയുന്നത്? ഇത് എന്റെ കയ്യിലിരിക്കുന്ന കാര്യമാണോ? ഐ വിൽ ട്രൈ. ഞാൻ ശ്രമിക്കാം. ഞാൻ മറ്റാരോടാ ഇതൊക്കെ പറയാ? ശ്രീദേവി ആരോടും ഒന്നും പറയാൻ നിൽക്കണ്ട. അതൊക്കെ അങ്ങനെ നടക്കും. ഒരുപക്ഷെ വിനോദിനെ പോലീസ് അറസ്റ്റ് ചെയ്തെന്നും വരാം. ഇന്ത്യൻ ശിക്ഷാ നിയമം 302 വകുപ്പ് അനുസരിച്ച് വിനോദിനെ വധശിക്ഷയ്ക്ക് വിധിച്ചെന്നിരിക്കും. അതിന് മിസ്സിസ് വർമ്മയ്ക്കോ ഡോക്ടർ തോമസ് കുര്യനോ എന്തിരിക്കുന്നു? ഇങ്ങനെ നിർദ്ദയം സംസാരിക്കരുത് ഡോക്ടർ. നിർദ്ദയം എന്നെ കൊണ്ട് പ്രവർത്തിപ്പിക്കാതിരുന്നാൽ മതി. മകൾ സുഖമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കുക. ഡോണ്ട് ആർഗ്യൂ വിത്ത് മീ. മനസ്സിലായല്ലോ?
എന്താ ജഗദീഷ്? ഞാൻ ഇങ്ങോട്ട് താമസം മാറ്റി എന്താന്ന് ആലോചിക്കുക. അതെന്താ? അല്ല, മാഡത്തിന് ഏകാന്തത ഒരു ബുദ്ധിമുട്ടായി തോന്നി കാണും. എനിക്കെന്താ ബുദ്ധിമുട്ട്? വർമ്മ സാറിന്റെ മരണം കൊലപാതകമാണെന്നുള്ള പോലീസിന്റെ സംശയത്തിൽ വിനോദിന് മാത്രമല്ല മാഡത്തിനും പങ്കുണ്ടെന്നായിരുന്നു പരാതി. മാഡത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തു. അതുകൊണ്ട് അല്ല, പകലായാലും രാത്രിയായാലും ഒരു കൂട്ടുണ്ടാകുന്ന നല്ലതല്ലേ? വേറൊന്നല്ല, ഞാൻ ഈ വീട്ടിൽ താമസിച്ചാലും രാത്രി മാഡത്തിനോട് ഉറങ്ങിയാലും വേറെ ആരും അറിയാൻ പോകുന്നു. നീ ആരോട് സംസാരിക്കുന്നറിയോ? അതിനിത്ര ഒച്ച വയ്ക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. വർമ്മ സാറ് ജീവിച്ചിരിക്കുമ്പോ വിനോദിന് ഇവിടെ കിടന്ന് ഉറങ്ങാല്ലേ? ഇതൊരു തുടക്കമല്ലേ കൊച്ചേ? അല്ല, എനിക്കൊരു സംശയം, കൊച്ചം എന്തിനത്ര പതിവൃതമെന്ന്. കനിയൊന്നുമല്ലോ, ഒന്ന് പെറ്റതല്ലേ? റോബർട്ട്, ആരും അറിയില്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഒന്നുകൂടി ആലോചിക്ക്. ഞങ്ങൾ പോയിട്ട് വരാം. ഇതൊക്കെ ഇവിടെ പുതുമയൊന്നുമല്ല ശ്രീദേവി. വരട്ടെ. റോബർട്ട് ഇവിടെ എങ്ങനെ എത്തി? അതും ജഗദീഷിന്റെ കൂടെ. ഇതിലെന്തോ ചതിയുണ്ട് വിനു. എനിക്കാകെ ഭയമാവുന്നു. ഞാൻ സത്യം പറഞ്ഞ് പോലീസിന്റെ പിടിയിൽ നിന്നും വിനുവിനെ രക്ഷിക്കാം. ആ ഡോക്ടർ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. അവിവേകം കാണിക്കൽ ശ്രീദേവി. എന്റെ കാര്യം ഒരു പ്രശ്നമല്ല, പക്ഷെ നമ്മുടെ കുഞ്ഞിന്റെ കാര്യം. ശ്രീദേവി കരഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ബുദ്ധിപൂർവ്വം കരുക്കൾ നീക്കണം. ഭയപ്പെടാതെ എല്ലാം ഞാൻ ശരിയാക്കാം. ശ്രീദേവി എങ്കിലും എന്റെ കൂടെ ഉറച്ചു നിന്നില്ലെങ്കിൽ ഞാൻ പതറിപ്പോവില്ലേ? ധൈര്യമായിട്ട് പൊക്കോളൂ. കുഞ്ഞിനെ രക്ഷപ്പെടുന്ന കാര്യം ഞാൻ ഏറ്റു. പക്ഷെ ഡോക്ടർ തോമസ് കുര്യൻ, അവനെ വെറുതെ വിടില്ല. അയാൾ എന്നെ ചതിക്കുകയായിരുന്നു. ടൈം കഴിഞ്ഞു. ഒരു കൊലപാതകം ചെയ്തിട്ട് മിടുക്കനായി നടക്കാമെന്നാണോ നിങ്ങളുടെ ഉദ്ദേശം? അതെ, അത് തന്നെയാണ്. നിരപരാധിയെ കൊലയാളിയാക്കി സുഖമായി നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുമെന്നാണോ നിങ്ങൾ ധരിക്കുന്നത്? ജീവിക്കും, തീർച്ചയായും. എങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റി. എനിക്ക് തെറ്റിയിട്ടില്ല. അത് നിങ്ങളുടെ മനക്കോട്ടയാണ്. ഒരിക്കലുമല്ല. ഞാൻ വിചാരിച്ചാൽ ഈ വീട്ടിൽ നിന്നും നിങ്ങൾ അറസ്റ്റ് ചെയ്യിക്കും. നീ വിചാരിക്കില്ല. നിന്റെ കുഞ്ഞ് എന്റെ പക്കലുള്ളിടത്തോളം കാലം നിനക്കത് ചെയ്യാൻ കഴിയില്ല. ഞാൻ നിങ്ങളോട് എന്ത് ദ്രോഹമാണ് ചെയ്തത്? നിങ്ങൾ എന്തിനെന്നെ ശിക്ഷിക്കുന്നു? നിങ്ങൾ എന്റെ മകളെ കൈക്കലാക്കി നിരപരാധിയായി വിനുവിനെ കൊലപാതകയാക്കി പാവപ്പെട്ട എന്റെ ഭർത്താവിനെ നിങ്ങൾ കൊന്നു. നിന്റെ കുഞ്ഞിനെ ഞാൻ കൈക്കലാക്കിയത് ശരിയാണ്. നിന്റെ പഴയ കാമുകനെ കൊലപാതകയാക്കിയതും ശരിയാണ്. പക്ഷെ നിന്റെ ഭർത്താവ് നിരപരാധിയോ? ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ക്രൂരനായ ആ ദ്രോഹി നിരപരാധിയോ? നിനക്കറിയാമോ അവൻ ആരായിരുന്നുവെന്ന്? നിനക്കറിയാമോ അവൻ എന്താണ് ചെയ്തതെന്ന്? നിനക്കറിയാമോ എന്റെ മകൾ എങ്ങനെയാ മരിച്ചതെന്ന്? എന്റെ മകളെ കൊന്നതാരാണെന്ന് നിനക്കറിയാമോ? നിന്റെ ഭർത്താവ് ചമഞ്ഞ ആ ദ്രോഹി. എന്റെ സ്വപ്നങ്ങളുടെയും സൗഭാഗ്യങ്ങളുടെയും സ്വർഗരാജ്യമായിരുന്ന എന്റെ മകളെ കേവലം ഒരു ഉദയോർമ്മ പിച്ചു ചീന്തിയാൽ എല്ലാം അവസാനിക്കുമെന്ന് കരുതിയോ? നോ, നെവർ. എന്റെ മകൾ, മൈ ഓൺലി ഡോട്ടർ.
എനിക്ക് നീ അല്ലാതെ മറ്റാരുമില്ല മോനെ. എന്റെ എല്ലാ സങ്കല്പങ്ങളും നിന്നെക്കുറിച്ച് മാത്രമാണ്. നീ എങ്ങനെ ജീവിക്കണം, നിന്റെ ഭാവി എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഞാനല്ല, നീയാണ്. ഡാഡി എന്ന നിലയ്ക്ക് തന്റെ മകളെക്കുറിച്ച് ചിന്തിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ടല്ലോ. ആ നിലയ്ക്ക് നീ ഇഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരൻ ചീത്തയാണെന്ന് ഞാൻ പറയില്ല. അവൻ നമ്മളെക്കാൾ സാമ്പത്തിക ശേഷി കുറഞ്ഞവനാണ് എന്നതിലും എനിക്ക് പരാതിയില്ല. പക്ഷേ നമ്മുടെ മതത്തിൽപ്പെട്ടവനായിരുന്നെങ്കിൽ കൂടി ഞാൻ കണ്ണടയ്ക്കുമായിരുന്നു. ഇത് നിവൃത്തിയില്ല മോളെ. ഡാഡി, ഞാനും സുരേഷുമായി വളരെയധികം അടുത്തുപോയി. സോറി മോളെ, നിനക്കതിനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. ഡാഡി, നോ നോ നീഡ് ഓഫ് ഫർദർ എക്സ്പ്ലനേഷൻസ്. ഓക്കെ? എന്തു വന്നാലും ഡാഡി സമ്മതിക്കില്ലെന്ന് പറഞ്ഞു സുരേഷ്. സിന്ധു കരയണ്ട, ഡാഡിയോട് ഞാനും സംസാരിക്കാം. വേണ്ട സുരേഷ്, എനിക്ക് പേടിയാവുന്നു. ഏയ്, എന്താ മോളെ ഇത്? എന്തെങ്കിലും പ്രശ്നമുണ്ടേ അങ്കിളിനോട് ആദ്യം പറയണ്ടേ? ഡാഡിയുടെ സ്വഭാവം മോക്ക് അറിഞ്ഞൂടെ? വരൂ, അങ്കിൾ എല്ലാത്തിനും സമാധാനം ഉണ്ടാക്കാം. വാടോ, എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. ഹാ, വാടോ. ആക്സിഡന്റ് ആണെന്ന് പറഞ്ഞ് എന്നെ കബളിപ്പിച്ച് ആ ദ്രോഹി എന്റെ അടുത്ത് വന്നപ്പോ അടികൊണ്ട് തകർന്ന അവന്റെ കാല് ഈ കൈകൊണ്ടാ ഞാൻ തുന്നിക്കെട്ടി ഉറപ്പിച്ചത്. അന്ന് ഞാൻ അത് അറിഞ്ഞിരുന്നെങ്കിൽ അവന്റെ കാലല്ല, തല ഞാൻ വെട്ടിയെടുത്തേനെ.
ഞാൻ അറിഞ്ഞില്ല ശ്രീദേവി, അറിഞ്ഞില്ല. ജീവച്ചവും പോലെ ഞാൻ ചട്ടുകൊല്ലം ജീവിച്ചു. ആ സമയത്താണ് ലീലാമ്മ സ്ഥലം മാറി എന്റെ ഹോസ്പിറ്റൽ വന്നത്. ലീലാമ്മയുടെ മകൾ രമ നേരിൽ കണ്ട വിവരം ലീലാമ്മ എന്നോട് രഹസ്യമായി പറഞ്ഞു. അപ്പോഴാണ് ശ്രീദേവിയുടെ മകൾ ലീലാമ്മയുടെ കയ്യിൽ ഉണ്ടെന്നും ഞാൻ അറിഞ്ഞത്. എന്നെങ്കിലും ഞാൻ അവനെ വെട്ടി നുറുക്കുമ്പോൾ അവന്റെ ചുമട് താങ്ങി നീ മാത്രമായിരിക്കും സാക്ഷിയെന്ന് ഞാൻ കണക്കുകൂട്ടി. അതുകൊണ്ടാണ് നിന്റെ കുഞ്ഞിനെ ഞാൻ കൈക്കലാക്കിയത്. മാനേജർ കൂടെ അവൻ തനി എസ്റ്റേറ്റിൽ പോയിരുന്നത് എന്തിനാണെന്ന് നിനക്കറിയാമോ? അംഗഹീനനായ അവന് മാനേജറുടെ കാമകേളികൾ കണ്ട് രസിക്കാൻ. നീയും മാനേജറുടെ പിടിയിൽ അകപ്പെടേണ്ടതായിരുന്നു. എന്തോ നീ രക്ഷപ്പെട്ടു. എന്റെ യാത്ര തുടങ്ങിയിട്ടുള്ളൂ ശ്രീദേവി. എന്റെ മകളുടെ മരണത്തിന് കാരണക്കാരനായ ജഗദീഷിനെ ഞാൻ വലിച്ചു കീറും, ഇന്നല്ലെങ്കിൽ നാളെ. അതുവരെ ക്ഷമിച്ചേ പറ്റൂ. വിനോദിനോട് പറയൂ. എടാ ദ്രോഹി, എന്റെ മകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് ചെയ്യും? നിനക്കെന്നെ സ്പർശിക്കാൻ പോലും കഴിയില്ല. നോ, ഗോ ബാക്ക്, ഗോ ബാക്ക്. എനിക്ക് കുറച്ച് ജോലി കൂടി ചെയ്തു തീർക്കാനുണ്ട്. അതുവരെ നീ ഒന്ന് ക്ഷമിച്ചേ പറ്റൂ. എക്സ്പ്ലനേഷൻസ് എല്ലാം അത് കഴിഞ്ഞ് വന്നതിന് ശേഷം. ബോയ്സ്, ടേക്ക് ഹിം. സ്റ്റേഷനിൽ പോയിരുന്നാണ്. കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല. ഡോക്ടർ നിരപരാധിയാണ്. മോളെവിടെ? മോക്ക് ഒരു ആപത്തും വരില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് സംഭവിച്ചല്ലേ? അതെ. വിനു എന്തിനാ ജയിൽ ചാടിയത്? ഞാൻ ചാടിയതല്ല, അവരെന്നെ ചാടിച്ചതാ. ഡോക്ടറുടെ മേൽ പോലീസിന് നേരത്തെ സംശയം ഉണ്ടായിരുന്നു. ഡോക്ടറോട് പോയി ഡോക്ടർ ജഗദീഷ് അന്വേഷിച്ച് പോയിരിക്കുക.
ഒരു നിമിഷം കൂടി എനിക്ക് തരണം. മോളെ, മോളെ, ഇതാണ് ഞാൻ മോളോട് പറയാറുള്ള ഡാഡി. നിങ്ങളുടെ അനുവാദം വാങ്ങാതെ മരിച്ചുപോയ എന്റെ മോളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ മോളെ സിന്ധുപോളെന്നാ വിളിക്കുന്നത്. ആ പേര് നിങ്ങൾ മാറ്റരുത്. ഇല്ല, ഒരിക്കലും ഇല്ല. താങ്ക്സ്. മോളെ, മോള് ചെല്ല്. ഞാൻ നിങ്ങളെ വേദനിപ്പിച്ചു, ക്ഷമ ചോദിക്കുന്നു. ഇനി ഒരിക്കലും കാണാൻ പറ്റിയില്ലെങ്കിലോ? വരട്ടെ.